വെൽക്കം ടു മൈ ചാനൽ വികേസ് ട്യൂട്ടോറിയൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും മാസ് സ്പെക്ട്രോമെട്രിയിൽ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സാധാരണ ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് വളരെ ലോ ഇൻറ്റൻസിറ്റി പീക്ക് മാത്രമാണ് അതിൻ്റെ മോളിക്കുലർ അയോണിന് വേണ്ടി തരിക. അതിന് കാരണം പ്രധാനമായും ഇറ്റ് ഈസ് ഹൈലി സസെപ്റ്റിബിൾ ഫോർ ആൽഫ ക്ലീവേജ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇതൊരു ആലിഫാറ്റിക് ആൽഡിഹൈഡാണിത്. ഈ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ആൽഫ കാർബൺ ഹൈഡ്രോജൻ ബോണ്ടാണ്. ഇവിടെ ഒരു ക്ലീവേജ് നടന്നാൽ നമുക്ക് ആൽഫ ക്ലീവേജ് നടന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ആൽഫ ക്ലീവേജ് തന്നെ ഈ കാർബണും ഇപ്പുറത്തെ R ഗ്രൂപ്പിലുള്ള അഥവാ ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള കാർബണും തമ്മിലുള്ള ബോണ്ട് ക്ലീവ് ചെയ്താലും മതി. രണ്ടായാലും ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഹൈലി സസെപ്റ്റിബിൾ ഫോർ ദിസ് പ്രോസസ്സ്. അതുകൊണ്ട് കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ഇതാണ് ബ്രേക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഈ അസീലിയം അയോൺ എന്ന ഫ്രാഗ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു. അസീലിയം അയോൺ എന്ന ഫ്രാഗ്മെൻറ്റ് കിട്ടും. ദിസ് ഫ്രാഗ്മെൻറ്റ് ഈസ് കോൾഡ് അസീലിയം അയോൺ. അഥവാ ഈ കാർബണും ആൽക്കൈൽ ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ടാണ് ആൽഫ ക്ലീവേജ് എന്ന രീതിയിൽ ബ്രേക്ക് ചെയ്തതെങ്കിൽ ഈ ആൽക്കൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുകയും നമുക്ക് ഈ അസൈൽ റാഡിക്കൽ കിട്ടുകയും ചെയ്യും. ഇതൊരു കോമൺ ആണ്. ആൽഡിഹൈഡിൻ്റെ ഒരു കോമൺ ഫ്രാഗ്മെൻ്റ് ആണ് ഈ അസൈൽ റാഡിക്കൽ. H സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് O പോസിറ്റീവ് എന്ന അസൈൽ റാഡിക്കൽ. ഇതിൻ്റെ M/E വാല്യൂ നോക്കിയാൽ 29 ആണെന്ന് കാണാം. മനസ്സിലായല്ലോ? ഇത് ആൽഫ ക്ലീവേജ് വഴി കോമൺ ആയിട്ട് ആൽഡിഹൈഡ്സിനുണ്ടാവുന്ന ഫ്രാഗ്മെൻറ്റേഷനാണ്. ഏത് ഡയറക്ഷനിലും നമുക്ക് ആൽഫ ക്ലീവേജ് പോസിബിൾ ആണെന്ന് കാണാം. ഇപ്പോൾ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ക്ലീവ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ ബോണ്ട് ക്ലീവ് ചെയ്യാം. രണ്ടായാലും രണ്ട് തരത്തിലുള്ള അസൈൽ കാറ്റയോൺസ് ഫോം ചെയ്യുന്നു. ആൽഡിഹൈഡിന് പൊതുവായിട്ട് കിട്ടുന്ന ഒരു അസൈൽ റാഡിക്കലാണ് ഈ M/E വാല്യൂ 29 എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡിൻ്റെ ഒരു പ്രത്യേകതയാണ് M/E വാല്യൂ 29 ആയിട്ടുള്ള ഒരു അസീലിയം അയോൺ തരിക എന്നുള്ളത് ത്രൂ ആൽഫ ക്ലീവേജ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇതൊരു ബ്യൂട്ടനാലാണ്. ബ്യൂട്ടനാലിൻ്റെ സ്ട്രക്ചറാണ് ഇത്. ഇറ്റ് ഈസ് ദ മോളിക്കുലർ അയോൺ ഓഫ് ബ്യൂട്ടനാൽ. നിങ്ങൾക്ക് കാണാം ഇതിൽ 4 കാർബൺ ആറ്റമുണ്ട്. അങ്ങനെ 4 കാർബൺ ആറ്റമുള്ള ഒരു ആൽഡിഹൈഡായ ബ്യൂട്ടനാലിൻ്റെ മോളിക്കുലർ അയോൺ ആണിത്. ഈ മോളിക്കുലർ അയോൺ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി പൊതുവെ കുറവായിരിക്കും. അതിൻ്റെ M/E വാല്യൂ, മോളിക്കുലർ അയോണിൻ്റെ M/E വാല്യൂ ടോട്ടൽ മോളിക്കുലർ മാസാണ്, അത് നമുക്കറിയാം 72 ആണ്. ഇതിൻ്റെ ആൽഫ ക്ലീവേജ് ഒന്നുകിൽ ഈ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഈ ഒരു അസൈൽ ഫ്രാഗ്മെൻറ്റ് അസീലിയം അയോൺ ഫോം ചെയ്യുന്ന തരത്തിൽ ഇവിടെ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ക്ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ അസീലിയം അയോൺ കിട്ടും. ഇതിൻ്റെ M/E വാല്യൂ 71. അപ്പോൾ നമുക്ക് മാസ് സ്പെക്ട്രയിൽ ഒരു 71 M/E വാല്യൂ ഉള്ള ഒരു പീക്ക് ലഭിക്കും. ഇതുപോലെ ഈ കാർബൺ ബോണ്ടും ആൽഫ ക്ലീവേജ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വലിയ ഫ്രാഗ്മെൻറ്റ് പ്രൊപ്പൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുകയും നമുക്ക് ആൽഡിഹൈഡിന് കോമൺ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ M/E വാല്യൂ 29 ആയിട്ടുള്ള അസീലിയം അയോൺ ലഭിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ആൽഡിഹൈഡ് കോമൺ ആയിട്ട് തരുന്ന മറ്റൊരു റിയാക്ഷനാണ് മാക്ലാഫെർട്ടി റീഅറേഞ്ച്മെൻറ്റ്. മാക്ലാഫെർട്ടി റീഅറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത, എങ്ങനെയുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കീറ്റോണാണ് ഈ മാക്ലാഫെർട്ടി റീഅറേഞ്ച്മെൻറ്റ് തരിക എന്ന് വെച്ചാൽ, ഇത്തരം ആൽഡിഹൈഡിനോ കീറ്റോണിനോ ഒന്നോ അതിലധികമോ ഗാമ ഹൈഡ്രോജൻ ആറ്റം ഉണ്ടാകണം. നോക്കിയേ, ഈ ബ്യൂട്ടനാലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൽഫ കാർബൺ, ബീറ്റ കാർബൺ, ഗാമ കാർബൺ ആറ്റം ഉണ്ട്. കൂടാതെ 3 ഗാമ ഹൈഡ്രോജൻ ആറ്റം അതിലുണ്ട്. മീഥൈൽ ഗ്രൂപ്പിൽ 3 ഹൈഡ്രോജൻ ആറ്റം ഉണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു ഹൈഡ്രോജനെ ഓക്സിജൻ ക്യാപ്ചർ ചെയ്തിട്ട് ഓക്സിജൻ ഹൈഡ്രോജനെ അബ്സ്ട്രാക്ട് ചെയ്യുകയും മോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റിലൂടെ ഒരു ആൽക്കീൻ മോളിക്യൂൾ, ന്യൂട്രൽ ആയിട്ടുള്ള ആൽക്കീൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ റാഡിക്കൽ അയോൺ ഫോം ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള റാഡിക്കൽ അയോൺ യു കൻ സി, ഹൈഡ്രോജൻ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് OH ആയി മാറുന്നു. ഈ പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കാർബൺ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു. ഈ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഇത്തീൻ മോളിക്യൂൾ ഫോം ചെയ്യുകയും ചെയ്യും. ഈ കേസിൽ, ഈ ബ്യൂട്ടനാലിൻ്റെ കേസിൽ ഒരു ഇത്തീൻ മോളിക്യൂൾ, അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റാഡിക്കൽ കാറ്റോണാണിത്. ഈ റാഡിക്കൽ കാറ്റോണ് നമുക്ക് മാക്ലാഫെർട്ടി റീഅറേഞ്ച്മെൻറ്റ് അയോൺ എന്ന് പറയാം. ഇതാണ് സാധാരണ ഗാമ ഹൈഡ്രോജൻ ആറ്റമുള്ള ആൽഡിഹൈഡിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആൽഡിഹൈഡ്. ഇപ്പോൾ ബ്യൂട്ടനാലിനെ സംബന്ധിച്ചിടത്തോളം
ഗാമ ഹൈഡ്രോജൻ ആറ്റമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ആൾഡിഹൈഡാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം M/E വാല്യൂ 44 ഒരു സ്ട്രോങ് പീക്ക് കാണാം. അത് തന്നെയാണ് അതിൻ്റെ ബേസ് പീക്ക്. 100% ഇൻറ്റൻസിറ്റി നമ്മൾ കൊടുക്കാറുള്ള ബേസ് പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീക്കാണ് മാക്ലഫെർട്ടി റീഅറേഞ്ച്ഡ് അയോണിൻ്റെ ഈ പീക്ക്. ഈ കേസിൽ ബ്യൂട്ടനാലിൻ്റെ കേസിൽ M/E 44 ആയിട്ടുള്ള ഒരു ബേസ് പീക്കായിട്ട് മാക്ലഫെർട്ടി റീഅറേഞ്ച്ഡ് അയോൺ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടനാലിൻ്റെ കേസിൽ 71 ഒരു പീക്ക് ഉണ്ടാവും. അത് ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട്, അതായത് ആൽഫ ക്ലീവേജിലൂടെ ഹൈഡ്രജൻ ഒഴിവായിട്ട് കിട്ടുന്നതാണ്. കൂടാതെ ഇവിടെ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാം ആൽഫ ക്ലീവേജിലൂടെ. അത് പ്രകാരം എല്ലാ ആൾഡിഹൈഡിനും പൊതുവായി കിട്ടുന്ന ഒരു M/E വാല്യൂ 29 ഒരു പീക്ക് കാണാം. അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. കൂടാതെ ഗാമ ഹൈഡ്രോജൻ ആറ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാക്ലഫെർട്ടി റീഅറേഞ്ച്മെൻറ്റ് അയോൺ നമുക്ക് കിട്ടും. ബ്യൂട്ടനാലിൻ്റെ കേസിൽ 44 M/E വാല്യൂ 44 ആയിട്ടുള്ള ഒരു മാക്ലഫെർട്ടി റീഅറേഞ്ച്ഡ് അയോണാണ് കിട്ടുക. ഇത് ബേസ് പീക്കായിട്ട് ലഭിക്കുന്നു. ബ്യൂട്ടനാലിൻ്റെ കേസിൽ ബേസ് പീക്കാണ് ഏറ്റവും, അല്ലെങ്കിൽ 100% ഇൻറ്റൻസിറ്റി നമ്മൾ കൊടുക്കാറുള്ള ബേസ് പീക്ക്. ഈ കേസിൽ മാക്ലഫെർട്ടി റീഅറേഞ്ച്ഡ് അയോണാണ്. അതിന് ബ്യൂട്ടനാലിൻ്റെ കേസിൽ 44 ആണ് M/E വാല്യൂ ഉണ്ടാവുക. മനസ്സിലായല്ലോ. ഇനി ആൾഡിഹൈഡ് തരുന്ന മറ്റൊരു തരം ക്ലീവേജ് ആണ് ബീറ്റ ക്ലീവേജ്. ഈ ബീറ്റ ക്ലീവേജ് തന്നെ ഒന്നുകിൽ ഹെട്രോളിറ്റിക് ബീറ്റ ക്ലീവേജ് ആവാം, അല്ലെങ്കിൽ അത് ഹോമോളിറ്റിക് ആവാം. ഇവിടെ നോക്കിയേ, ഈ ഒരു ആൾഡിഹൈഡിൻ്റെ കേസിൽ ഇത് ബീറ്റ ക്ലീവേജ് ആണ്. ഇത് ഹെട്രോളിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അത് പ്രകാരം നമുക്ക് ഈ ഒരു കാറ്റോൺ, ആൽക്കൈൽ കാറ്റോൺ എലിമിനേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ റാഡിക്കലും എലിമിനേറ്റ് ചെയ്യും. ഈ റാഡിക്കലിൻ്റെ ടോട്ടൽ മാസ് M/E 43 ആണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ് സ്പെക്ട്രയിൽ കിട്ടുന്ന കാറ്റയോൺ, ഇതാണ് മാസ് സ്പെക്ട്രയിൽ കിട്ടേണ്ട കാറ്റയോൺ. അത് ടോട്ടൽ എമൗണ്ടിൻ്റെ, ഈ ആൾഡിഹൈഡിൻ്റെ ടോട്ടൽ മോളിക്കുലർ മാസിൽ നിന്നും 43 കുറച്ച മോളിക്കുലർ മാസുള്ള ഒരു M/E വാല്യൂ ഉള്ള പീക്കാണ് കിട്ടുക. എന്ന് വെച്ചാൽ M-43 പീക്ക് നമുക്ക് കിട്ടും ബൈ ബീറ്റ ക്ലീവേജ്. അപ്പോൾ ബീറ്റ ക്ലീവേജിലൂടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പീക്കാണ് M-43 പീക്ക്. M-43 പീക്ക്, വേർ M ഈസ് മോളിക്കുലർ മാസ് ഓഫ് ദ മോളിക്യൂൾ. അതിൽ നിന്നും 43 കുറച്ച്, എന്ന് വെച്ചാൽ ഈ റാഡിക്കൽ അത് എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്ത് ഒരു M-43 പീക്ക് നമുക്ക് കിട്ടുന്നു. ഈ ബീറ്റ ക്ലീവേജ് തന്നെ ഹോമോളിറ്റിക് ആയിട്ടും നടക്കാം. ഉദാഹരണമായിട്ട് നോക്കിയങ്ങൾ, ഇതൊരു ഹോമോളിറ്റിക് ക്ലീവേജ് ആണ്. അപ്പോൾ അതുപ്രകാരം നമുക്ക് കിട്ടുന്നത് നോക്കിയ ഈ കാറ്റയോൺ ആണ്. അതായത് ഹോമോളിറ്റിക് ക്ലീവേജ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. 6 റാഡിക്കലായിട്ട് പോയി, എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പ് റാഡിക്കലായിട്ട് പുറത്തോട്ട് പോയി ഈ ഒരു കാറ്റയോൺ ഫോം ചെയ്തു. ഈ കാറ്റയോൺ M/E വാല്യൂ ആക്ച്വലി 43 തന്നെയാണ്. ഇത് റാഡിക്കലാണെങ്കിൽ അതിൻ്റെ കാറ്റയോൺ ആണിത്. ഈ കാറ്റയോണിൻ്റെ M/E വാല്യൂ 43. അപ്പോൾ M/E വാല്യൂ 43 ഒരു പീക്ക് നമുക്ക് ലഭിക്കുന്നു. M/E 43 M/E M-43 ഒരു പീക്ക് കിട്ടും. അതുകൂടാതെ M/E 43 പീക്ക് കിട്ടും ബീറ്റ ക്ലീവേജ് കാരണം. ഓക്കെ, അപ്പോൾ ബീറ്റ ക്ലീവേജ് ഇപ്പോൾ 2 തരത്തിലാവാം. ഒന്നുകിൽ ഹെട്രോളിറ്റിക് ക്ലീവേജ് ആവാം, അല്ലെങ്കിൽ ഹോമോളിറ്റിക് ക്ലീവേജ് ആവാം. മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു സിമ്പിൾ ആൾഡിഹൈഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അസെറ്റാൽഡിഹൈഡിൻ്റെ കേസിൽ അതിൻ്റെ ആൽഫ ക്ലീവേജ് നോക്കുക. ഇപ്പോൾ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ആണ് ക്ലീവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു ആൽഫ ക്ലീവേജ് ആണ്. നമുക്ക് ഈ M/E 43 എന്ന അസീലിയം അയോൺ കിട്ടും. M/E 43 ഉള്ള അസീലിയം അയോൺ. അതേസമയം ഇവിടെയും കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്താലും അത് ആൽഫ ക്ലീവേജ് തന്നെയാണ്. അങ്ങനെ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ആൽഫ ക്ലീവേജിലൂടെ നമുക്ക് ഈ അസീലിയം അയോൺ കിട്ടും. എന്ന് വെച്ചാൽ M/E 29. ഇത് ഈ M/E 29 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ ദ ആൾഡിഹൈഡ്. എന്തായാലും ആൾഡിഹൈഡുകൾ സാധാരണ M/E വാല്യൂ 29 ഒരു പീക്ക് എന്തായാലും തരും, ആൽഫ ക്ലീവേജിലൂടെ വരുന്നതാണ്. ഇതുകൂടാതെ അസെറ്റാൽഡിഹൈഡ് ആണെങ്കിൽ M/E വാല്യൂ 43 ഒരു അസീലിയം അയോണിൻ്റെ പീക്ക് നമുക്ക് തരും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആറോമാറ്റിക് ആൾഡിഹൈഡിൽ എങ്ങനെയാണ് ഈ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു ആറോമാറ്റിക് ആൾഡിഹൈഡാണ് ബെൻസാൾഡിഹൈഡ്. അതിൻ്റെ M/E വാല്യൂ, മോളിക്കുലർ അയോണിൻ്റെ M/E വാല്യൂ 106 ആണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ആൽഫ ക്ലീവേജ്. ദർബൈ ദിസ് അസീലിയം അയോൺ ഈസ് ഫോംഡ്.
which will have M by E value 105 along with this hydrogen radical. It is one of the important fragmentation, alpha cleavage. ഇപ്പോൾ 106 നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക മാസ് സ്പെക്ട്ര ഇവിടെ കാണാം. 106 നല്ല ഇൻറ്റൻസിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ആറോമാറ്റിക് ആൽഡിഹൈഡുകൾ ഫ്രാഗ്മെൻറ്റേഷന് ലെസ് സസെപ്റ്റിബിൾ ആണ്. അപ്പോൾ 106 ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം. അതുപോലെ അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന M by E വാല്യൂ, അതിൻ്റെ പീക്കാണിത് 105. പിന്നെ ഒരു പീക്ക് 77 കാണാം. പിന്നെ മറ്റൊന്ന് 51. എന്താണ് ഈ 77ഉം 51? നമുക്ക് നോക്കാം. അടുത്ത ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ ഇതാണ്. ഇതിൽ നിന്ന് ഇവിടെ ആൽഫ ക്ലീവേജ് നടക്കാം. ആൽഫ ക്ലീവേജ് ഇവിടെ നടക്കാമല്ലോ. ആൽഫ ക്ലീവേജ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനൈൽ കാർബോകാറ്റോൺ കിട്ടും. ഫിനൈൽ കാർബോകാറ്റോൺ C6H5. അതിൻ്റെ M by E വാല്യൂ ആണ് 77. ഇവിടുന്ന് ഒരു കാർബൺ മോണോക്സൈഡ്, ആക്ച്വലി ഈ അസീലിയം അയോണിൽ നിന്ന് ഒരു കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യാണ്. അസീലിയം അയോൺ ആദ്യം ഫോം ചെയ്യാം. ആ അസീലിയം അയോണിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ആക്ച്വലായിട്ട് ഇവിടെ കിട്ടുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ 77 ആണ് ഈ ഫിനൈൽ കാർബോകാറ്റോണിൻ്റെ M by E വാല്യൂ. അതുകൊണ്ട് ഈ 77 നമുക്കൊരു സ്ട്രോങ് പീക്ക് കിട്ടും. കാർബൺ മോണോക്സൈഡ് എന്ന ന്യൂട്രൽ മോളിക്യൂള് ഈ അസീലിയം അയോണിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന 77 എന്ന ഫിനൈൽ കാർബോകാറ്റോണിൻ്റെ പീക്കാണിത്. ഈ ഫിനൈൽ കാർബോകാറ്റോണിൽ നിന്ന് റീഅറേഞ്ച്മെൻറ്റ് വഴി, നമുക്കറിയാം ഫിനൈൽ കാർബോകാറ്റോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ് വഴി ഒരു ന്യൂട്രൽ മോളിക്യൂളായ അസറ്റിലീൻ എലിമിനേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് അസറ്റിലീൻ എലിമിനേറ്റ് ചെയ്യുന്ന ആ മെക്കാനിസമാണിത്. യു ക്യാൻ സി one free radical here and one free radical here. This bond cleaves and one free radical here, and so a new bond is formed, thereby acetylene is formed. ബാക്കിയുള്ള റാഡിക്കൽ കാറ്റയോൺ ആണ് ഇത്. ഇറ്റ് ഈസ് എ ബൈറാഡിക്കൽ കാറ്റയോൺ. ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ കാറ്റയോൺ എന്ന് പറയുന്നത് സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോൺ ആണ്. ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോൺ കിട്ടും. സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോണിൻ്റെ M by E വാല്യൂ ആണ് ഈ 51 എന്ന് പറയുന്നത്. ഈ പീക്ക് ഈ സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോണിൻ്റെ പീക്കാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ബെൻസാൾഡിഹൈഡ് ആൽഫ ക്ലീവേജ് വഴി ഹൈഡ്രജൻ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്ത് ഈ അസീലിയം അയോൺ ഉണ്ടാവുന്നു 105. ദെൻ ആ അസീലിയം അയോണിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുകയും ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫിനൈൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യുകയും ചെയ്യും. ആ ഫിനൈൽ കാർബോകാറ്റോൺ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് റീഅറേഞ്ച്മെൻറ്റിലൂടെ ഒരു ന്യൂട്രൽ മോളിക്യൂളായിട്ടുള്ള അസറ്റിലീൻ, ഫിനൈൽ കാർബോകാറ്റോണിൽ നിന്ന് ആദ്യം പോകുന്നത് ഒരു ന്യൂട്രൽ മോളിക്യൂളായ അസറ്റിലീനാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. അസറ്റിലീൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത് ഒരു സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോൺ ആണ്. ഈ സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോണിൻ്റെ M by E വാല്യൂ ആണ് 51. ഈ പീക്ക് ആ 51ൻ്റെ പീക്കാണ്. അപ്പോൾ ആക്ച്വലി ഈ ബെൻസാൾഡിഹൈഡ് തരുന്ന പീക്കുകൾ ഇത്രയാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് 106, ദാറ്റ് ഈസ് മോളിക്കുലർ അയോൺ പീക്ക്. അതിൽ നിന്ന് ഹൈഡ്രജൻ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്താൽ 105 മോളിക്കുലർ അയോൺ പീക്ക്, മോളിക്കുലർ അയോൺ പീക്കിൽ നിന്ന് ഒന്ന് കുറച്ചത് എന്ന് വെച്ചാൽ 105ൻ്റെ ഒരു പീക്ക് ആണ്. പിന്നെ 77 ആണ്. 77 കാരണം ഈ അസീലിയം അയോണിൽ നിന്ന് എന്താ പറയുക കാർബൺ മോണോക്സൈഡ്, ന്യൂട്രൽ കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുകയും ഫിനൈൽ കാർബോകാറ്റോൺ ഉണ്ടാവുകയും ചെയ്യും. ഈ ഫിനൈൽ കാർബോകാറ്റോണിൻ്റെ M by E വാല്യൂ ആണ് 51. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പീക്ക് ഇവിടെ കിട്ടാം. അതാണ് 51ൻ്റെ പീക്ക്, ഈ ഫിനൈൽ കാർബോകാറ്റോണിൻ്റെ പീക്ക്. പക്ഷേ ഫിനൈൽ കാർബോകാറ്റോൺ കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ്. അത് ഡീകമ്പോസ് ചെയ്യും with the elimination of a neutral molecule acetylene, forming this cyclobutadienyl carbocation. You know, this cyclobutadienyl carbocation having M by E value 51, and hence the last peak is with M by E value 51. It is of cyclobutadienyl carbocation. Okay, it is the fragmentation pattern in benzaldehyde. മനസ്സിലായല്ലോ. അടുത്തതായി നമുക്ക് കീറ്റോൺ എങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതുവരെ നമ്മൾ നോക്കിയത് ആൽഡിഹൈഡ് ആണ്. അതിന് നമുക്ക് 2-3 എക്സാമ്പിൾസ് ചർച്ച ചെയ്തു. ഇനി നമുക്ക് കീറ്റോൺ ആണ്. ഒരു സിമ്പിൾ കീറ്റോൺ ആണ് ഇത്. ഇറ്റ് ഈസ് 2-ബ്യൂട്ടനോൺ. ഈ കീറ്റോണിനും ആദ്യമായിട്ടുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലീവേജ് ആണ് ആൽഫ ക്ലീവേജ്. ഒന്നുകിൽ ഇവിടുന്ന് പോവാം, കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാം.
രണ്ടായാലും ആദ്യത്തെ കേസിലാണെങ്കിൽ മീഥൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുകയും ഈ ഒരു അസീലിയം അയോൺ ഉണ്ടാവുകയും ചെയ്യും. ദിസ് അസീലിയം അയോൺ ഹാവിങ് M/E വാല്യൂ 57. You can see the total mass of this acylium ion will be 57, and so we will get a peak at 57. വേറൊരു ചാൻസ് ഇവിടെയാണ്. ഈ കാർബൺ കാർബൺ ബോണ്ട് ഇതും ആൽഫ ക്ലീവേജ് ആണ്. അതിലൂടെ നമുക്ക് ഈതൈൻ റാഡിക്കൽ പുറത്തോട്ട് പോകുന്നു എന്ന് പറയാം. ഈതൈൽ റാഡിക്കൽ അത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന അസീലിയം അയോൺ ഇതാണ്. ഇറ്റ് ഈസ് ദിസ് അസീലിയം അയോൺ ഹാവിങ് M/E വാല്യൂ 43. അപ്പോൾ 2-ബ്യൂട്ടനോണിന് നമുക്ക് കിട്ടുന്ന രണ്ട് പീക്കായി, ഒന്ന് 57 M/E വാല്യൂ ഉള്ളത്, മറ്റൊന്ന് 43 M/E വാല്യൂ ഉള്ളത്. ഇപ്പോൾ രണ്ട് പീക്ക് 2-ബ്യൂട്ടനോൺ നമുക്ക് കിട്ടി. കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച ആൽഡിഹൈഡിൽ എന്ന പോലെ കീറ്റോണിനുള്ള ഒരു പ്രത്യേകതയാണ് മാക്ലാഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് ആയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മാക്ലാഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കണമെങ്കിലുള്ള അത്യാവശ്യം കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യമുള്ള കണ്ടീഷൻ ദാറ്റ് മോളിക്യൂൾ ഷുഡ് ഹാവ് one or more gamma hydrogen atom. നിങ്ങൾക്ക് കാണാം, it is alpha, beta, gamma. This carbon atom is gamma carbon atom. It has this hydrogen atom. 2 hydrogen atoms are there in the gamma carbon atom, and hence this hydrogen is captured by oxygen, and rearrangement takes place with the elimination of this alkene. It is R3CH double bond CHR2. This part becomes eliminated as alkene. Okay, then the remaining is the Maklaferty rearranged ion. It is the Maklaferty rearranged ion of this ketone which having gamma hydrogen atom. ഇതിനുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, മാക്ലഫർട്ടി റീഅറേഞ്ച്മെന്റ് പ്രത്യേകിച്ച് നടക്കാനൊരു കാരണം, ദർ വുഡ് ബി എ 6-membered റിംഗ് ഫോർമേഷൻ ആസ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒരു 6-membered ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 6-membered സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു 6-membered റിങ് ഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട്, ആ 6-membered റിങ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആൽക്കീൻ പുറത്തോട്ടേക്ക് പോവുകയും അതിൻ്റെ ഫലമായി നമുക്ക് ഒരു റാഡിക്കൽ കാറ്റയോൺ ഫോം ചെയ്യുകയും ചെയ്യും. ഈ റാഡിക്കൽ കാറ്റയോണാണ് നമ്മൾ പൊതുവെ പറയുന്നത് മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് അയോൺ എന്ന് പറയുന്നത്. അത് കീറ്റോണിൻ്റെ കേസിലും കിട്ടും. ആൽഡിഹൈഡിൻ്റെ കേസിൽ കിട്ടിയിരുന്നു, നമ്മൾ എക്സാമ്പിൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കീറ്റോണിൻ്റെ കേസിലും ഇതേപോലെ മാക്ലഫർട്ടി റീഅറേഞ്ച്ഡ് അയോൺ കിട്ടാം, അഥവാ മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കാം. എങ്ങനെയാണെങ്കിൽ അതിന് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് കീറ്റോൺ ഓർ ആൻ ആൽഡിഹൈഡ് മസ്റ്റ് ഹാവ് വൺ ഓർ മോർ ഗാമ ഹൈഡ്രോജൻ ആറ്റം. അങ്ങനെ വരുമ്പോഴേക്ക് ആ മോളിക്യൂള് ഏത് തരം ട്രാൻസിഷൻ സ്റ്റേറ്റ് തരും? ഒരു 6-membered ട്രാൻസിഷൻ സ്റ്റേറ്റ് തരും. സൈക്ലിക് ട്രാൻസിഷൻ 6-membered സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അങ്ങനെ സൈക്ലിക് 6-membered ട്രാൻസിഷൻ സ്റ്റേറ്റ് തരുന്നത് ആണ് അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കാനുള്ള കാരണം അതാണ്. ആ റീഅറേഞ്ച്മെൻറ്റിലൂടെ കിട്ടുന്ന അയോൺ ആയതുകൊണ്ടാണ് ആ റാഡിക്കൽ കാറ്റയോണിനെ നമ്മൾ മാക്ലഫർട്ടി റീഅറേഞ്ച്ഡ് അയോൺ എന്ന് പറയുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ ആണ് ആൽഡിഹൈഡിൻ്റെ കേസിലും കീറ്റോണിൻ്റെ കേസിലും. കണ്ടീഷൻ എന്നാണ് ഈ ദർ മസ്റ്റ് ഹാവ് വൺ ഓർ മോർ ഗാമ ഹൈഡ്രോജൻ ആറ്റം. ഓക്കെ, അടുത്തതായി നമുക്ക് സൈക്ലിക് കീറ്റോൺസ് നോക്കാം. അതിന് നമ്മൾ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒന്ന് സൈക്ലോപെൻറ്റനോൺ ആണ്, ഇറ്റ് ഈസ് സൈക്ലോപെൻറ്റനോൺ. വേറൊന്ന് സൈക്ലോഹെക്സനോൺ. അതിന് സൈക്ലോപെൻറ്റനോണിൻ്റെ നെക്സ്റ്റ് ഹോമലോഗ്. ഇപ്പോൾ സൈക്ലോപെൻറ്റനോൺ അതിൻ്റെ മോളിക്കുലർ അയോണാണിത് ഈ കാണിച്ചത്. അപ്പോൾ അവിടെ ആൽഫ ക്ലീവേജ്, ഇവിടെ ആക്ച്വലി ആൽഫ ക്ലീവേജ് നടക്കുകയാണ്. ആൽഫ ക്ലീവേജ് നടക്കുമ്പോൾ ഈ ഒരു റാഡിക്കൽ കാറ്റോൺ കിട്ടും. നമുക്ക് ഈ റാഡിക്കൽ കാറ്റോൺ കിട്ടും ആൽഫ ക്ലീവേജ് നടക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഒരു ഈതൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടുന്ന് ഹൈഡ്രോജൻ അബ്സ്ട്രാക്ഷൻ ഇവിടത്തേക്ക്, ഈ ഹൈഡ്രോജനെ, അതായത് ഈ പൊസിഷനിലുള്ള കാർബൺ ആറ്റത്തിലെ ഈ ഹൈഡ്രോജൻ ആറ്റം ഇവിടത്തേക്ക് അബ്സ്ട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഗ്രൂപ്പ് CH3 ആയി. ദെൻ CH2 ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ CH3 CH2 ആ റാഡിക്കലാണിത്. ഇനി ഇവിടെ ഒരു റാഡിക്കൽ വരും. ഈ ഹൈഡ്രോജൻ പോയ അതുകൊണ്ട് തന്നെ ഈ കാർബൺ ആറ്റത്തിലൊരു റാഡിക്കലുണ്ട്. ഈ റാഡിക്കലും ഈ കാർബൺ ആറ്റത്തിലുള്ള റാഡിക്കലും തമ്മിലൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അതിൻ്റെ ഫലമായി നമുക്ക് ഈ ഒരു കാറ്റയോൺ കിട്ടും. ഈ കാറ്റയോണിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഓൾസോ ആൻ അസീലിയം കാറ്റയോൺ.
അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ആ ഫ്രാഗ്മെൻറ്റിൻ്റെ M/E വാല്യൂ 55 ആണ്. അതുകൊണ്ട് നമുക്ക് 55 ഒരു പീക്ക് കിട്ടുന്നതാണ്. ഇത് കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അത് റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് നമുക്ക് ആദ്യം ഈ കാറ്റോണായി മാറും. പിന്നീട് അൾട്ടിമേറ്റ്ലി വിൽ ഗെറ്റ് ദിസ് കാറ്റോൺ. This cation, it is also an acylium ion having M/Z or M/E value 55. It is actually the base peak of both the cyclopentanone and cyclohexanone also. ഹെക്സനോണിൽ നമ്മൾ ഇതേപോലെ ഒരു ആൽഫ ക്ലീവേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ആൽഫ ക്ലീവേജ് നടക്കേണ്ടത്. അതിലൂടെ ഇതേപോലെ ഒരു റാഡിക്കൽ കാറ്റോൺ ഫോം ചെയ്തു. അതിൽ നിന്ന് ഹൈഡ്രോജൻ ഇതേ പടിയിൽ ഹൈഡ്രോജൻ അബ്സ്ട്രാക്ട് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നത് ഈഥൈൽ റാഡിക്കലിന് പകരം പ്രൊപ്പൈൽ റാഡിക്കലായിരിക്കും. 1, 2, 3 ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്പൈൽ റാഡിക്കലാണ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് സോ വിൽ ഗെറ്റ് സെയിം. നോക്കിയാൽ ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഇതേ സാധനം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഈ പ്രൊപ്പൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സോ ദിസ് കാറ്റോൺ ഈസ് കോമൺ. ഇത് ആക്ച്വലി രണ്ടിനും ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സൈക്ലോപെൻറ്റനോണിനും ഈ കാറ്റോൺ ഫോം ചെയ്യുന്നു, സൈക്ലോ ഹെക്സനോണിനും ഇതേ കാറ്റോൺ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഈ M/Z അല്ലെങ്കിൽ M/E വാല്യൂ 55 സൈക്ലോപെൻറ്റനോണിനും ഒരു പീക്ക് കിട്ടും, സൈക്ലോ ഹെക്സനോണിനും ഒരു പീക്ക് കിട്ടും. നിങ്ങൾ നോക്കിയേ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ ഇൻ സൈക്ലോപെൻറ്റനോൺ ആൻഡ് സൈക്ലോഹെക്സനോൺ ബോത്ത് ഗിവ്സ് a common signal at M/E value 55. And so this is the base peak. It is highly intense peak and it is base peak at M/E value 55. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ഈ സൈക്ലോഹെക്സനോൺ നേരത്തെ കാണിച്ച ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേണിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തോടുകൂടി ചില ഫ്രാഗ്മെൻറ്റേഷൻ കൂടി തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടുന്ന് ആൽഫ ക്ലീവേജ് നടന്നിട്ട് ഇത് സൈക്ലോപെൻറ്റനോണ്, സൈക്ലോഹെക്സനോൺ. സൈക്ലോഹെക്സനോണിൻ്റെ M/E വാല്യൂ 98 ആണ്. ഇവിടുന്ന് ആൽഫ ക്ലീവേജ് നടന്നാൽ നമുക്കറിയാം ഈ ഒരു റാഡിക്കൽ കാറ്റോൺ കിട്ടും, റാഡിക്കൽ കാറ്റോൺ. ആൻഡ് ദിസ് റാഡിക്കൽ കാറ്റോണിൽ ഈ CH2 ഗ്രൂപ്പിൽ റാഡിക്കലുണ്ട്. അതിലേക്ക് ഒരു ഹൈഡ്രോജൻ റാഡിക്കൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുകയാണെങ്കിൽ എത്തിലിൻ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. എത്തിലിൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് M/E വാല്യൂ 70 ഉള്ള M/E വാല്യൂ 70 ഉള്ള ഒരു പീക്ക് കാണാം. നിങ്ങൾക്ക് ഇറ്റ് ഈസ് ദ മാസ് സ്പെക്ട്ര ഓഫ് സൈക്ലോഹെക്സനോൺ. ഇവിടെ കാണാം ഒരു 70 പീക്ക്. ഇൻറ്റൻസിറ്റി കുറവാണെങ്കിലും അവിടെ നമുക്കൊരു പീക്ക് കാണാം 70. അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് റാഡിക്കൽ കാറ്റയോൺ. അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യാം. ഇവിടുന്ന് കാർബൺ മോണോക്സൈഡ് പോവാം. അതോടുകൂടി അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഇറ്റ് ഈസ് ഹെട്രോളിറ്റിക് ബോണ്ട് ഫിഷൻ. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടലോടുകൂടി കാർബൺ മോണോക്സൈഡ്, ന്യൂട്രൽ കാർബൺ മോണോക്സൈഡ് പുറത്തോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഈ ഒരു കാർബൺ പോസിറ്റീവ് ആവും. ആൻഡ് സോ യു വിൽ ഗെറ്റ് ദിസ് ഫ്രാഗ്മെൻറ്റ് റാഡിക്കൽ കാറ്റയോൺ വിച്ച് ഹാവിങ് M/E വാല്യൂ 42. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഹൈ ഇൻറ്റൻസ്ഡ് 42, എ പീക്ക് ഓഫ് M/E വാല്യൂ 42 എന്ന് കാണാം. ഇവിടെ ഒരു പീക്ക് കാണാം, കുറച്ചുകൂടി ഇൻറ്റൻസ്ഡ് പീക്കാണ്. അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഫ്രാഗ്മെൻറ്റ് CH2 പോസിറ്റീവ്, CH2 റാഡിക്കൽ. ഈ ഒരു പീക്ക് ആക്ച്വലി പ്രൊപ്പൈൽ റാഡിക്കൽ കാറ്റയോൺ, പ്രൊപ്പൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പൈൽ, CH2 പോസിറ്റീവ്, CH2 റാഡിക്കൽ കാറ്റയോൺ. ഇത് ഫോം ചെയ്തുകൊണ്ടാണ് ഈ 42 നമുക്ക് ഒരു സിഗ്നൽ കിട്ടാനുള്ളൊരു കാരണം. മറ്റൊരു ചാൻസ് ഈ M/E 98 ഈ റാഡിക്കൽ കാറ്റോൺ ഉണ്ടല്ലോ, ആദ്യം തന്നെ കിട്ടിയ റാഡിക്കൽ കാറ്റോൺ ഇത്തരത്തിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നോക്കിയാൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇവിടെ 2 ഹൈഡ്രോജൻ ഉണ്ട്. ഈ കാർബണാറ്റത്തിൽ 2 ഹൈഡ്രോജനിൽ ഒരു ഹൈഡ്രോജൻ ഇവിടത്തേക്ക് അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് CH3 ആയി. ആൻഡ് ദിസ് കാർബൺ ആറ്റം ബിക്കംസ് റാഡിക്കൽ. നോക്കിയേ, ഇനി അവിടെ നിന്ന് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ചെറിയൊരു ഫ്രാഗ്മെൻറ്റേഷൻ. ഇവിടുന്ന് ഇത് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ട് ഒരു റാഡിക്കൽ ഇവിടെ വരും. അത് രണ്ടും കൂടി ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ റാഡിക്കലായി. ആൻഡ് സോ യു വിൽ ഗെറ്റ് ദിസ് റാഡിക്കൽ. പ്രൊപ്പൈൽ റാഡിക്കൽ ഈസ് എലിമിനേറ്റഡ് ഫോമിങ് ദിസ് cation having M/E value 55.
It is another important fragmentation pattern in the case of cyclohexanon. A signal with M by E value 55 is obtained. It is highly indensed peak. It is actually the base peak of this cyclohexanon. Base peak 55. 55-ൽ ഒരു ബേസ് പീക്ക് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ ആ ഒരു പാറ്റേൺ ആണ്, അതായത് ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ ആണ് നമ്മളിവിടെ കാണിച്ചത്. 55-ൽ ഇവിടെ കിട്ടിയ ആ കാറ്റോണാണിത്. ഓക്കെ, വിത്ത് ദ എലിമിനേഷൻ ഓഫ് പ്രൊപ്പൈൽ റാഡിക്കൽ. അടുത്തതായി ആറോമാറ്റിക് കീറ്റോൺ എങ്ങനെയാണ് ഫ്രാഗ്മെൻ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആറോമാറ്റിക് കീറ്റോൺ. ആറോമാറ്റിക് കീറ്റോൺ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ ആൽഫ ക്ലീവേജ്. ഇവിടുന്ന് ഒരു റാഡിക്കൽ, ആൽക്കൈൽ റാഡിക്കൽ എലിമിനേറ്റ് ചെയ്തു, ഈ അസീലിയം അയോൺ ഫോം ചെയ്തു. ഇറ്റ് ഈസ് ആൻ അസീലിയം അയോൺ ഫോംഡ് ഫ്രം ദിസ് ആറോമാറ്റിക് കീറ്റോൺ. ആക്ച്വലി ഇറ്റ് ഹാസ് M by E വാല്യൂ 105. ഇനി നമുക്ക് ഇതിൽ തന്നെ ഊഹിക്കാൻ പറ്റും അടുത്തത് ഈ അസീലിയം അയോണിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യലാവും ഒരു മാർഗം. പിന്നെ വേറൊരു ചാൻസ്, അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഫീനൈൽ കാർബോകാറ്റയോൺ ഉണ്ടാവും. ആ ഫീനൈൽ കാർബോകാറ്റയോൺ വീണ്ടും ഫ്രാഗ്മെൻ്റ് ചെയ്യാം. എന്നിട്ട് നേരത്തെയൊക്കെ നമ്മൾ കാണിച്ചതുപോലെ ഒരു സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോൺ നമുക്ക് ഫോം ചെയ്യും. അവിടെ അത് എൻഡ് ചെയ്യും. ഇനി ഈ ആറോമാറ്റിക് കീറ്റോണിൽ തന്നെ ഗാമ ഹൈഡ്രോജൻ ആറ്റം ഉണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ 6 ഗ്രൂപ്പ് ഉണ്ട്. ഈ 6 ഗ്രൂപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഗാമ ഹൈഡ്രോജൻ ആറ്റം വരുന്ന തരത്തിൽ ഇതാ ഇവിടെ ഈ ഒരു പാർട്ട് ഗാമ ഹൈഡ്രോജൻ ആണ്. ഇതിപ്പോൾ ഫീനൈൽ ഗ്രൂപ്പാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ദിസ് R ഈസ് ഫീനൈൽ ഗ്രൂപ്പ്, ദെൻ ആൽഫ ബീറ്റ ഗാമ. ഇതിൽ ഗാമ ഹൈഡ്രോജൻ ആറ്റം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മാക്ലോഫർട്ടി റീഅറേഞ്ച്മെൻറ്റിലുള്ള ചാൻസ് ഉണ്ട്. 6 മെമ്പേർഡ് സൈക്ലിക് റിംഗ് ഫോം ചെയ്യാം ട്രാൻസിഷൻ സ്റ്റേറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോജൻ അബ്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് റീഅറേഞ്ച്മെൻറ്റ് വഴി ഒരു ആൽക്കീൻ എലിമിനേറ്റ് ചെയ്യുകയും ഒരു മാക്ലോഫർട്ടി റീഅറേഞ്ച്ഡ് അയോൺ ഫോം ചെയ്യുകയും ചെയ്യാം, റാഡിക്കൽ കാറ്റയോൺ. ഇറ്റ് ഈസ് ദ മാക്ലോഫർട്ടി റീഅറേഞ്ച്ഡ് റാഡിക്കൽ കാറ്റയോൺ ഫോംഡ് ഫ്രം ദിസ് മോളിക്യൂൾ. ഇറ്റ് ഈസ് ആൻ ആറോമാറ്റിക് ketone with gamma hydrogen atom. This alkene is eliminated from this molecule. ഇവിടെ ഈ ആറിന് പകരം C6H5 നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ റിയാക്ഷൻ നടക്കുകയും നമുക്ക് ഇത് C6H5 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ M by E വാല്യൂ 120 ആണെന്ന് കാണാം. നമുക്ക് ഇതിൻ്റെ മോളിക്കുലർ മാസ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ M by E 120 എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിൽ റാഡിക്കൽ കാറ്റയോണിൻ്റെ അഥവാ MR കാറ്റയോൺ അല്ലെങ്കിൽ മാക്ലോഫർട്ടി റീഅറേഞ്ച്ഡ് അയോൺ എന്നാണ് പറയാം. മാക്ലോഫർട്ടി റീഅറേഞ്ച്ഡ് അയോൺ അതിൻ്റെ M by E വാല്യൂ 120 ആണെന്ന് കാണാം. ഓക്കെ, ഇവിടെ ബെൻസോഫീനോൺ അസിറ്റോഫീനോണിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ നോക്കിയാൽ ഇവിടുന്ന് റാഡിക്കൽ എലിമിനേറ്റ് ചെയ്യാം. CH3 റാഡിക്കൽ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ അസീലിയം അയോൺ ഫോം ചെയ്യും. ദിസ് അസീലിയം അയോൺ ദാറ്റ് ഈസ് M by E വാല്യൂ 105. ഇനി കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫീനൈൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ആ ഫീനൈൽ കാർബോകാറ്റയോണിൽ നിന്ന് ന്യൂട്രൽ മോളിക്യൂളായിട്ടുള്ള അസെറ്റിലീൻ എലിമിനേറ്റ് ചെയ്യും. നമുക്ക് അവസാനമായിട്ട് M by E വാല്യൂ 51-ൽ സൈക്ലോബ്യൂട്ടാഡൈനൈൽ കാറ്റയോണിൻ്റെ സിഗ്നൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ അസിറ്റോഫീനോണാണ് എന്താ പറയുക ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഒന്ന് നോക്കിയാൽ M by E വാല്യൂ 105-ലൊരു സിഗ്നൽ, M by E വാല്യൂ 77-ൽ വേറൊരു സിഗ്നൽ, M by E വാല്യൂ 51-ലൊരു സിഗ്നൽ. കൂടാതെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസീലിയം അയോൺ അതാണിത് CH3C ട്രിപ്പിൾ ബോണ്ട് O പോസിറ്റീവ്. ഇതിൻ്റെ M by E വാല്യൂ 43 ആണെന്ന് കാണാം. അപ്പോൾ ഇതൊരു കോമൺ ആണ്. അസിറ്റോഫിനോണിൽ ഇതെന്തായാലും കോമൺ ആണ്. ഇത്രയും പീക്സ് എന്തായാലും കിട്ടും. അപ്പോൾ ഇതാണ് അസിറ്റോഫിനോണിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ, ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആൽഡിഹൈഡും അതുപോലെ കീറ്റോണും, നമ്മളതിൽ ആലിഫാറ്റിക് ആൽഡിഹൈഡ് എടുത്തു, ആറോമാറ്റിക് ആൽഡിഹൈഡ് എടുത്തു, അതുപോലെ കീറ്റോണിൻ്റെ കൂട്ടത്തിൽ ആലിഫാറ്റിക് കീറ്റോൺസ് എടുത്തു, സൈക്ലിക് കീറ്റോൺ പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സൈക്ലോ പെൻറ്റനോണും സൈക്ലോ ഹെക്സനോണും പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ആറോമാറ്റിക് കീറ്റോണും എടുത്തു. എങ്ങനെയൊക്കെയാണ് ഇവ ഫ്രാഗ്മെൻ്റ് ചെയ്യുന്നതെന്നും അതിലൂടെ ഉണ്ടാവുന്ന ഫ്രാഗ്മെൻറ്റഡ് കാറ്റയോൺ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ M by E വാല്യൂ എന്നും അതിനുണ്ടാകുന്ന സിഗ്നൽ എങ്ങനെയൊക്കെ കിട്ടാമെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇതിൻ്റെ പാറ്റേൺ പ്രധാനമായും ആൽഫ ക്ലീവേജ് ആണെന്ന് കണ്ടു. ഇപ്പോൾ ആൽഡിഹൈഡിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലീവേജ് ആണ് ആൽഫ ക്ലീവേജ്. അതുകൂടാതെ അതിൽ ബീറ്റ ക്ലീവേജും
മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റും നടക്കാം. ബീറ്റ ക്ലീവേജിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഹെട്രോളിറ്റിക് ക്ലീവേജും നടക്കാം, ഹോമോളിറ്റിക് ക്ലീവേജും നടക്കാം. കൂടാതെ മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റും നടക്കുന്നു. ഇതാണ് ഈ ആൽഡിഹൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേൺ. ഇത് തന്നെയാണ് ഏകദേശം കീറ്റോണിലും കിട്ടുന്നത്. കീറ്റോണിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു ആൽഫ ക്ലീവേജ്, അതുകൂടാതെ മാക്ലഫർട്ടി റീഅറേഞ്ച്മെൻറ്റ്, കൂടാതെ സൈക്ലോഹെക്സനോണിൻ്റെ കേസിലുള്ള പ്രത്യേകിച്ചിട്ടുള്ള ഫ്രാഗ്മെൻറ്റേഷൻ പാറ്റേണും നമ്മൾ കണ്ടു. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.